മലയാള സാഹിത്യത്തെ ജ്ഞാനപീഠം ചൂടിച്ച നിലയുടെ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരെയും ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കർത്താവും മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗിനെയും കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണം സാഹിത്യകാരൻ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കവി രാജേഷ് നന്ദിയങ്കോട്, സി എസ് ഗോപാലൻ, ടി വി എം അലി, സി എം വേണുഗോപാൽ കോതച്ചിറ, യു വിജയകൃഷ്ണൻ, ആർട്ടിസ്റ്റ് രേവതി വേണു, രാജേഷ് കൊട്ടാരത്തിൽ, എ വി ശ്രീനിവാസൻ, എസ് എം അൻവർ, പ്രദീപ് ചെറുവാശ്ശേരി, ഇസ്മായിൽ പെരുമണ്ണൂർ, മധു കൂറ്റനാട്, എ സി ഗീവർ ചാലിശ്ശേരി, രഘു പെരുമണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. അവരുടെയും വീടുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വീടുകളിലെയും എം ടി ഇല്ലാത്ത ഒരു പുസ്തക ശേഖരം ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും എം ടിയുടെ ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കും. ഇനി പുസ്തകം ഇല്ലെങ്കിലും എം ടിയുടെ ഒരു കഥയെങ്കിലും അവർ വായിച്ചിരിക്കും. അപ്പം അങ്ങനെ മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ച ഒരു എഴുത്തുകാരനായിരുന്നു എം ടി. അത് ഞാനൊരു ഹിന്ദി അധ്യാപകനാകൊണ്ട് എനിക്ക് തോന്നിയ ഒരു അത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു വായന വെച്ച് എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അതുവരെ രാജാക്കന്മാരുടെയും റാണിമാരുടെയൊക്കെ കഥകൾ പറഞ്ഞിരുന്ന ആ കാലത്ത് നിന്ന് സാധാരണക്കാരിലേക്ക് എഴുത്തിലൂടെ കയറി വന്ന ഇടത്തരക്കാരൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 40-45 വയസ്സാകുമ്പോഴേക്കും മരണം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പ്രേംചന്ദ്. അത് എം ടിയുടെ തിരക്കഥകളിലാണെങ്കിലും നോവലിലാണെങ്കിലും കഥയിലാണെങ്കിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും തൃത്താലക്കാരനാണ് എന്നൊക്കെ പറയുന്നത് ഗുഡല്ലൂർ എന്നുള്ള ഒരു സ്ഥല നാമം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഗൂഡല്ലൂർക്കാരനല്ലേ? അത് വല്ലാത്തൊരു അനുഭവമാണ്. എം ടിയെ പറയുന്നു, എം ടിയുടെ കഥകളെ കുറിച്ച് പറയുന്നു, നിളയെക്കുറിച്ച് പറയില്ല. ശരിക്കും നമ്മുടെ ഭാരതപ്പുഴ ഈ നിള എന്നുള്ള പേര് വരുന്നത് തന്നെ എം ടിയിലൂടെയാണ്. നിളയുടെ എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ഭാഷയിലൂടെയും ഗ്രാമത്തിന്റെ ഈ നമുക്കത് എങ്ങനെയാണത് ഈ ഹൃദയത്തിൽ നമ്മളിപ്പോ മേതിലും ഈ സി രാധാകൃഷ്ണനൊക്കെ പോലത്തെ എഴുത്തുകാരൊക്കെ മൂന്നിനൊക്കെ എഴുതുന്നത് ഈ അത് വായിക്കുമ്പോൾ നമ്മൾ അതിനൊരു ഭൗതിക തലം കൂടി നമ്മൾ കാണുമ്പോൾ എം ടി എഴുതുന്നത് ഹൃദയത്തിന്റെ ഭാഷയിലാണ്. നമ്മൾ ശരിക്കും കണക്ട് ചെയ്യും. അതിങ്ങനെ കഥകളൊക്കെ വായിക്കുമ്പോഴൊക്കെ അതിങ്ങനെ നമ്മൾ ഓരോ വാക്കുകൾ വായിച്ച് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിശബ്ദരാകും. ശരിക്കും വായന എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് ഒരു ഭാഷ കൊണ്ട് നിശബ്ദരാക്കുന്നത്? പെട്ടെന്ന് നമ്മളങ്ങനെ നിന്ന് പോകും. നമുക്കത് തുടരാൻ പറ്റില്ല. അത് പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് കുറച്ച് നേരം നമ്മളും നിശബ്ദരായിരിക്കും. അത് എം ടിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ടെക്നിക്. അത് എങ്ങനെയാണ് ഒരു എഴുത്തുകാരനത് സംഭവിക്കുന്നത്, എങ്ങനെ എഴുത്തിൽ അത് വരുന്നു എന്നൊക്കെയാണ്. അത് ആ ഒരു ശൈലി പിന്നീട് നമുക്ക് വായനയിലൊക്കെ കിട്ടുന്നതൊക്കെ സുഭാഷ് ചന്ദ്രനൊക്കെ ഉണ്ട്. സുഭാഷ് ചന്ദ്രന്റെ എഴുത്തിലാണ് അവർ പിന്നീട് എം ടിയുടെ പോലെ ഒരു പഞ്ചിങ് പോലെ ഒരു ഭാഷ വരുന്നത്. സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു കൂടല്ലൂർ വീരഗാഥ എന്ന പേരിലാണ് എക്സ്പ്രസ് സൺഡേ സപ്ലിമെൻറ്റിൽ 2 ലക്കങ്ങളായി പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ കോപ്പി ഇപ്പോൾ ഞാൻ ഇന്നലെ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ എം ടിനെ മാത്രമല്ല, എം ടിയുടെ അച്ഛൻ, എം ടിയുടെ അമ്മ, അങ്ങനെ എം ടിയുടെ വംശാവലി മൊത്തം ആ ജീവചരിത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും എം ടിയുടെ സാഹിത്യകൃതികളിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ വംശാവലിയിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞത് ബാലേട്ടനായിട്ടുള്ള സൗഹൃദം. ബാലേട്ടൻ നല്ലൊരു ക്യാമറാമാനായിരുന്നു. ഭാരതപ്പുഴയെ കുറിച്ചിട്ട് ആനമല മുതൽ പൊന്നാനി വരെ നടന്ന് ഫോട്ടോ എടുത്തുള്ള വ്യക്തിയാണ് ബാലേട്ടൻ, എം ടിയുടെ ജ്യേഷ്ഠൻ. അതുപോലെ എം ടി എൻ നായർ എന്ന എം ടി നാരായണേട്ടൻ, അദ്ദേഹം ഒരു കഥാകൃത്താണ്. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് കിട്ടിയ അതാണ് മൂത്ത ജ്യേഷ്ഠൻ എം ടിയുടെ. പിന്നെ മരണപ്പെട്ട ഫോട്ടോഗ്രാഫർ മധു ബാലേട്ടൻ്റെ മകനാണ്. ആ മധു ആണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുണ്ടായിരുന്നത്. ആ മധുവിൻ്റെ കൂടെയാണ് ബാലേട്ടൻ്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ബാലേട്ടൻ്റെ വീട്, അതേപോലെ മാടത്തേക്കപ്പാട് തറവാട് എല്ലാം നിത്യേന സന്ദർശിക്കാനുള്ള ഒരു അവസരം ഒരു ദശകത്തോളം കാലം
അവസരം ലഭിച്ചതുകൊണ്ടാണ് ഒരു കൂടല്ലൂർ വീരഗാഥ എന്ന കൃതി രചിക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് സാർ MTയുടെ എഴുത്തുകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളോളം പറഞ്ഞാൽ നമുക്ക് തീരാത്ത അത്ര കഥകളാണ് നമ്മുടെ മനസ്സിലെ MTനെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ നാലുകെട്ട്, അതുപോലെ തന്നെ കാലം എന്നുള്ള കഥാപാത്രത്തിൽ സേതുവാണ് അതിലെ നായകൻ. ശരിക്കും ആ സേതുവിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് MTയുടെ തന്നെ ഒരു ബയോഗ്രഫി പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. MTയുടെ മാത്രമല്ല, അത് വായിക്കുന്ന ഓരോരുത്തരുടെയും ബയോഗ്രഫി ആയിട്ട് അതിനെ മാറ്റാനൊരു പ്രത്യേക കഴിവ് കാലം എന്നുള്ള ആ ഒരു നോവലിനുണ്ട്. എത്ര തവണ വായിച്ചു എന്നെനിക്കെന്നെ അറിയില്ല. അത്രയും മനസ്സിലേറെ പ്രിയപ്പെട്ട സേതു. അതിൽ സേതു ഒരു വാക്ക് പറയുന്നുണ്ട്, സുമിത്ര എന്നുള്ള കാമുകിയോട്. കുട്ടിക്കാലത്തൊരു പ്രണയമാണ് സുമിത്ര. അപ്പോൾ പിന്നീട് എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ അതിലൊരു വാക്ക് മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം എന്നെ മനസ്സിലേറെ സ്വാധീനിച്ച ഒരു കഥയും ഒരു കഥാപാത്രമാണ് സേതു. അദ്ദേഹം വളർച്ചയുടെ പല കടന്ന് തിരിച്ചു വന്ന് ഈ സുമിത്രേനെ കാണുന്നുണ്ട്. അപ്പോൾ സുമിത്ര നാട്ടിൻപുറത്തെ ഒരു നായർ തറവാട്ടിലെ ഒരു കുട്ടി, അതാകെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തകർന്ന് നാട്ടിൽ നിൽക്കുമ്പോൾ സേതു ഈ കുട്ടീനെ കാണുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സുമിത്ര, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ സുമിത്രയുടെ മറുപടി ഉണ്ട്, സ്നേഹം. സേതു എന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ, അത് സേതുവിനെ മാത്രമാണ്. ആ ഒരു വാചകത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ, ഇപ്പോൾ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ പറഞ്ഞാലും തീരാത്ത അത്രയും വിശദമായ വർത്തമാനങ്ങൾക്ക് അവസരമുള്ളതാണ്. MT എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃത്താലക്കാരുടെ ഒരു അഹങ്കാരമാണ്. രണ്ടക്ഷരങ്ങൾ MT VT. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയ്ക്കുള്ള VT ഭട്ടതിരിപ്പാടിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ കുറേ പുസ്തകങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അത് ഓപ്പോളായാലും നാലുകെട്ടായാലും കാലം, മഞ്ഞ് ഒക്കെ വാരണാസിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത് ഞാൻ തന്നെയാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കഥയാണ് എന്നൊരു തോന്നല നമുക്കുണ്ടാവുക. അതൊരു തരം പ്രിവിലേജ് ഉള്ള ഒരു മധ്യവർത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ സ്വാഭാവികമായും താനാണ് ഇതിലെ കഥാപാത്രം എന്ന് തോന്നുന്ന തരത്തിൽ അത്തരം ഒരു കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ നോവലുകളും ഒക്കെ. പക്ഷേ അതേസമയം അതിൽ നിന്ന് വ്യത്യസ്തമായ സാമൂഹ്യത്തിൽ നമ്മൾ ഇന്ന് MTയുടെ വിയോഗശേഷം ചർച്ച ചെയ്യപ്പെടുന്ന കൂടുതൽ പുസ്തകങ്ങളും അത് രണ്ടാം മൂഴമാണ്, അതുപോലെ വടക്കൻ വീരഗാഥയാണ്, നിർമ്മാല്യമാണ്. അങ്ങനെ വലിയൊരു ചേഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി നോക്കിക്കാണുമ്പോൾ അതാണ് പിന്നീട് വീണ്ടും വീണ്ടും നമ്മുടെ ചർച്ചകളിൽ, ഓർമ്മകളിൽ നിലനിൽക്കുക. പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലോകവ്യാപകമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങളൊരു പുസ്തകം വായിച്ചു, പുസ്തകം എഴുതിയ ആളെക്കുറിച്ചോ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് മറന്നാലും പക്ഷെ നിങ്ങളുടെ മനസ്സിനെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിലത് ബാക്കിയാവും. അതാണ് മികച്ച പുസ്തകം. ചിലപ്പോൾ അതിൻ്റെ MTയുടെ പുസ്തകങ്ങൾ തന്നെ വളരെ റയറായിട്ട് വായിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തറവാട്ടിൽ 2 കല്യാണങ്ങൾക്ക് പങ്കെടുക്കാൻ ഫോട്ടോഗ്രാഫറായിട്ട് 2 പ്രാവശ്യം ഞാൻ അവിടെ പോകേണ്ടായി, തറവാട്ടിൽ പോകേണ്ടായി. 2 പ്രാവശ്യം അദ്ദേഹത്തെ കാണുണ്ടായി. അപ്പോൾ പരിചയപ്പെട്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒക്കെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ തോന്നും എന്താ അങ്ങനെ സംസാരിക്കാൻ തോന്നും. പക്ഷെ അതിന് ശേഷം നമ്മുടെ കുട്ടനായർ മാഷ അവിടെ ഒരു മന പൊളിച്ചിട്ട് ഇങ്ങനെ പുള്ളി നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. കുട്ടനായർ മാഷ അവിടെ മേലത്തൂർ. അപ്പോൾ ആ സമയത്ത് കുട്ടനായർ മാഷയായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ വിശ്വാസിക്കുന്നത്. അപ്പോൾ മൂപ്പരുടെ അവിടെ അതിൻ്റെ ഉദ്ഘാടനം മറ്റെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വരും. അപ്പോൾ ഞാനാണ് ഫോട്ടോഗ്രാഫറായിട്ട് പോവുക. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ പുറത്തൊന്ന് തട്ടിയെന്ന് മാത്രം, തട്ടിയിട്ട് കാണിച്ചു അത്രയും ഉണ്ടായിട്ട് നടത്തും. അപ്പം അങ്ങനെ ബന്ധങ്ങൾ ഭയങ്കര ഡീപ്പാണ്. പക്ഷെ അത് മറക്കാതെ തന്നെ അന്ന് കല്യാണത്തിന് കണ്ട അതേ ആളെന്നെ എന്ന് മനസ്സിലാക്കി പുറത്ത് തട്ടി
സംസാരം ഇല്ലാണ്ടായിരുന്നു, പുറത്തായിട്ട് ചിരിച്ചു. അങ്ങനെ ഉള്ള ഒരു ബന്ധമാണ് എനിക്കുള്ളത്. എന്തായാലും വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്നതാണ് ശ്രീ TVM വലിയൊക്കെ. MTയുടെ സ്വാധീനം ഞങ്ങളുടെ വായനശാലയ്ക്ക് ഞങ്ങളുടെ ഗ്രാമത്തിനും ഉണ്ടാക്കിയത് എന്താണ് എന്നൊന്ന് പറയാം. ഞങ്ങളുടെ ആദ്യകാലത്തൊക്കെ ഞങ്ങളുടെ ആ ഒരു ടീം നമുക്ക് തന്നെ അറിയാം, സാഹിത്യ കൃതികൾ വായിച്ചു. അതിനുശേഷം അല്ലേ അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കടന്നപ്പോൾ കോട്ടയം പുഷ്പനാഥിലേക്ക് കടന്നു. അവിടുന്ന് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് MTയിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് ഞങ്ങളെന്നും ഇത്തരം പുസ്തകങ്ങൾ വായിക്കും, സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്യും. അതായിരുന്നു അതിൻ്റെ രസം. പലപ്പോഴും ഓരോ ദിവസം വ്യത്യസ്ത ഒരു പാറപ്പുറം എന്നാണ് അതിനെ പറയുക. അതിൽ ഓരോ ദിവസം ഓരോന്ന് ചർച്ച ചെയ്യുമെങ്കിലും പലപ്പോഴും MTയുടെ ഇത്തരം കഥകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ? കാരണം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, നല്ലൊരു വായനക്കാരായിരുന്നു, ശ്രീ KV വേണുഗോപാൽ. അദ്ദേഹം ഒരിക്കലും പറയലുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ PSC ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം, ചാത്തനാഥ തന്നെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്, MTയെ കുറിച്ച് എന്താ നിങ്ങൾ MTയുടെ നാട്ടിൽ നല്ലതെന്ന് വന്നപ്പോൾ അന്ന് KV വേണു പറയുന്നുണ്ടായി MT ആകെ ഒന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കേണ്ട ഒന്ന്, അതായത് KV വേണു ഉദ്ദേശിച്ച ഒരു ഫ്രെയിം എന്നാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്, കാലത്തിലെ സേതുമൊക്കെ വ്യത്യാസമല്ലേ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പുസ്തകങ്ങളെക്കുറിച്ച് ധാരാളമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. അത്തരം ചർച്ചകളാണ് പിന്നീട് ആ നാട്ടുകാരനെ വായനാ തലത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു ഡീപ്പായിട്ട് ഓരോരുത്തരിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അന്ന് നമുക്കത് വായിക്കുമ്പോൾ മായ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അവിടുന്ന് അങ്ങ് തുടങ്ങി MT കുടുംബത്തിലെ എല്ലാ ആൾക്കാരായിട്ടും നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മരുമക്കളായാലും നേരത്തെ പറഞ്ഞ MT അച്യുതൻ കൂടല്ലൂരായാലും എല്ലാവരുമായിട്ടും വളരെയധികം അടുത്ത് പരിചയമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് MTക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ട് കൂടല്ലൂർ ഒരു വലിയൊരു സ്വീകരണം നൽകുകയുണ്ടായി. അന്ന് മലമുക്കാവിലെ പ്രതിഭായുക്ത ക്ലബിൽ ചന്ദ്രവേദിയിലെ അവരുടെ ഒരു ഹാരാർപ്പണം ഞാനാണ് അദ്ദേഹത്തിന് നടത്തിയത്. അതും എനിക്കിപ്പോഴും വളരെയധികം ഓർമ്മയിലുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണങ്ങൾക്ക് ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ബന്ധനം, നീലത്താമര, ആ 2 സിനിമകളും മലമക്കാവിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. ആ സമയത്ത് പലപ്പോഴും അദ്ദേഹത്തെ കാണാനും നേരത്തെ പറഞ്ഞ പോലെ സംസാരിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യം നോവലൊക്കെ വായന തുടങ്ങിയത് ഈ മുട്ടത്ത് പറക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൽ നിന്നാണ്. ഈ പ്രേമമുള്ള ബുക്കുകളായിരുന്നു അന്ന് വായിച്ചിരുന്നത്. അങ്ങനെ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MTയുടെ പിന്നെ കുറേ ബുക്കുകളൊക്കെ വായന തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ കണ്ടു. അതിലും കുറേ ഈ പ്രേമരംഗങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. എൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനെന്തായാലും ഈ അദ്ദേഹത്തിൻ്റെ നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ ഈ ലാസ്റ്റിൽ ആ വെളിച്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ആ മറ്റേ പ്രതിമയുടെ മുകളിൽ തുപ്പണം കണ്ടപ്പോൾ എനിക്കൊരു അദ്ദേഹത്തിനോട് അന്നൊരു ദേഷ്യം തോന്നി. പിന്നെ കുറേ കാലത്തിന് ശേഷം ഈ ഓഷോ അങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കുകളൊക്കെ വായിച്ചപ്പോഴാണ് എനിക്കൊരു കുറേ മാറ്റങ്ങൾ വന്നത്. കാരണം അതിൽ അപ്പം എനിക്കൊരു 50-55 വയസ്സിൽ തോന്നിയ ഒരു കാര്യങ്ങൾ ഈ MT എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ചെറുപ്പത്തിൽ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരുപാട് ആ ഒരു ധൈര്യം കാണിച്ചു പറഞ്ഞാൽ അതൊരു വലിയൊരു ഇതായിരുന്നു. അവരുടെയും വീടുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും MT ഇല്ലാത്ത ഒരു പുസ്തക ശേഖരം ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും MTയുടെ ഒരു പുസ്തകമെങ്കിലും ഉണ്ടായിരിക്കും. ഇനി പുസ്തകം ഇല്ലെങ്കിലും MTയുടെ ഒരു കഥയെങ്കിലും അവർ വായിച്ചിരിക്കും. അപ്പം അങ്ങനെ മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ച ഒരു എഴുത്തുകാരനായിരുന്നു MT. അത് ഞാനൊരു ഹിന്ദി അധ്യാപകനാകൊണ്ട് എനിക്ക് തോന്നിയ ഒരു അത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു വായന വെച്ച് എനിക്ക് തോന്നിയത് ഹിന്ദിയിൽ പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അതുവരെ രാജാക്കന്മാരുടെയും റാണിമാരുടെയൊക്കെ കഥകൾ പറഞ്ഞിരുന്ന ആ കാലത്ത് നിന്ന് സാധാരണക്കാരിലേക്ക് എഴുത്തിലൂടെ കയറി വന്ന ഇടത്തരക്കാരൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു 10-45 വയസ്സാകുമ്പോഴേക്കും മരണം ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു പ്രേംചന്ദ്.